അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മടവൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങൾ ഇന്ന് കണ്ണൂർ ജില്ലയിൽ തൊട്ടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഏകദേശം കർണാടക ബോർഡ് അടുത്ത്. ഒരു പാലം കടന്നാൽ കർണാടക ബോർഡാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തൊട്ടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ കുഞ്ഞുമോദിനിക്കാനെ കാണാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ മടവൂർ കാഫില കാണുന്നവരാണ് കൂടുതൽ ആളുകളെയും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അങ്ങനെ ഉബൈദ് ഉസ്താദ് പ്രവാസിയാണ്. ഉസ്താദിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഉസ്താദാണ് വിളിച്ചിട്ട് ഉസ്താദിൻ്റെ നാട്ടിലെ പള്ളിയുടെ സെക്രട്ടറിയായ നമ്മുടെ ഇക്കാനെ പരിചയപ്പെടുത്തി തരുന്നത്. ഷെയ്ഖുനയുമായി ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ പള്ളിയിൽ വെച്ച എന്തോ സംസാരത്തിൻ്റെ കൂട്ടത്തിൽ ഷെയ്ഖുന അടുത്ത് പോയ ആ അനുഭവം അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു. അതാണ് അവർ കേട്ടത് കൊണ്ടാണ് ഈ വിനീതനായ എന്നെ വിളിച്ച് പറഞ്ഞു തരികയും ഇന്ന് ഇവിടെ എത്താനും കാരണം. അപ്പോൾ CM വലിയുള്ളാഹിയുമായിട്ടുള്ള നേരിട്ട് അനുഭവിച്ച അനുഭവങ്ങളാണ് നമ്മൾ ഇവരോട് ചോദിച്ച് ഇൻഷാ അല്ലാഹ് മുഹിബ്ബീങ്ങൾക്ക് കേൾക്കാനും അറിയാനുമുള്ള അവസരമുണ്ടാക്കുന്നത്. എന്തൊക്കെയാ റാഹത്തല്ലേ? സുഖം. അതായത് സുഖമില്ലാണ്ടിരിക്കുകയാണ്. എന്നിട്ടും നമ്മൾ മടവൂർ ഷെയ്ഖുനായോടുള്ള മഹബത്തായിരിക്കുമല്ലോ ഇവിടെ വന്നപ്പോൾ പരിഗണിച്ച. കാരണം മൂത്രത്തിക്കലിൻ്റെ ചെറിയ ബുദ്ധിമുട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല CMOയുടെ ബർക്കത്ത് കൊണ്ട് പെട്ടെന്ന് ശിഫ നൽകട്ടെ. നിങ്ങൾ CM വലിയുള്ളാഹിനെ ആദ്യമായിട്ട് കാണാനുണ്ടായ അവസരം എങ്ങനെ? ഈ കണ്ണൂർ ഇത്രയും ഉൾ പ്രദേശത്തു നിന്ന് കോഴിക്കോടുള്ള ഷെയ്ഖുനായുമായി ബന്ധപ്പെടുന്നത് എങ്ങനെയാണ്? അതെന്ന് പറഞ്ഞാൽ ഞാൻ ഗൾഫിൽ പോകാൻ വേണ്ടി ഒരു വിസക്ക് കൊടുത്തിരുന്നു. സ്വച്ഛത്തെ പറഞ്ഞാൽ വിസക്ക് കൊടുത്തിട്ട് വിസ അടിച്ച് കയ്യിൽ വന്നു. അങ്ങനെ ടിക്കറ്റ് കൊടുക്കാൻ പോകാൻ പറഞ്ഞപ്പോൾ ഉമ്മാനോട് പറഞ്ഞു ഇങ്ങനെ പോകുന്ന കാര്യം പറഞ്ഞ ഉമ്മ പറഞ്ഞ് നീ മടവൂർ സ്ഥാനം എടുത്ത് അങ്ങനെയൊന്നും പറയില്ലേ. ഉമ്മ പറഞ്ഞു അതുണ്ട്. അതൊന്നും ഉമ്മാക്ക് ഉപ്പാക്കൊക്കെ പരിചയമുണ്ട്. നല്ല അറിയുന്നില്ല. ഉമ്മ പറഞ്ഞ് നീ മടവൂർ സ്ഥാനം എടുത്തിട്ട് പോയിട്ട് പോയി. ഞാൻ പറഞ്ഞു എന്തിനാ പോകുന്നത്? എനിക്ക് വിസ അടിച്ചു, ടിക്കറ്റ് കിട്ടി, ഞാൻ പോകാൻ നിൽക്കല്ലേ. പിന്നെ അപ്പം പറഞ്ഞില്ല നീ മടവൂർ സ്ഥാനത്തിൻ്റെ അടുത്ത് പോയി വന്നിട്ട് പോയാൽ മതി. അങ്ങനെ ഞാൻ പോയി. ഉസ്താദ് പറഞ്ഞപ്പോൾ കോഴിക്കോടാണ് ഒരു ഇതിൽ കിടക്കുന്ന. ഉസ്താദ് ഒറ്റയ്ക്കാണ് ഉള്ളത്. നല്ല ക്ലീനൊക്കെ ആയിട്ട് നല്ല വെളുത്തിൻ്റെ സുന്ദരനായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അവിടെ ഞാൻ നോക്കുമ്പോൾ ഞാനല്ലാതെ ആ ക്യൂ നിന്നിട്ടാണ് പോകുന്നത്. ഓരോരുത്തരോരുത്തർ ഞാനല്ലാതെ ഉള്ളതൊക്കെ മുത്താലിങ്ങളാണ്. അവിടെ ഒരു നാടനായിട്ട് അതൊന്നും ഞാനേ ഉള്ളൂ അലയില്ല ആ ക്യൂവിൽ. അങ്ങനെ ഞാൻ പോയി. ഞാൻ ആദ്യമായിട്ട് എനിക്ക് പേടിയുണ്ട്. എന്താണെന്നറിയാം, അങ്ങനെ പറയാം, അങ്ങനെ സംസാരിക്കുമെന്ന് അറിയില്ല. അങ്ങനെ പോയി മൂപ്പർ ഇങ്ങനെ കിടക്കുന്നുണ്ട്. മൂപ്പർ ഉസ്താദിനോട് ചോദിച്ചു. ഉസ്താദിനോട് ഒരു അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് അലൈക്കും അസ്സലാം സലാം മടക്കിയിട്ട് പിന്നെ ചോദിച്ചു എന്താ പേര്. അപ്പോൾ ഉമ്മ അതൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെയൊക്കെ ചോദിക്കാനൊക്കെ. അങ്ങനെ പേര് പറഞ്ഞു കുഞ്ഞു മുഹമ്മദ്. ഉമ്മ ഉണ്ടോ? എല്ലാം ഉമ്മ മരിച്ചു പോയി. അമ്മയിപ്പം മരിച്ചു. അങ്ങനെ ഇത് പറഞ്ഞപ്പോൾ കുഞ്ഞു മുഹമ്മദ് എന്താ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ പറഞ്ഞു ഒരു വിസ കൊടുത്തിട്ടുണ്ട്, ഇന്ന ദിവസം പോകാനായി, പിന്നെ അതിന് വേണ്ടി യാത്ര പറയാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞു. വേണ്ട അത് വേണ്ട അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പൈസ കൊടുത്തു, വിസക്ക് കൊടുത്തു, ഇല്ല അത് വേണ്ട. വീണ്ടും ഉസ്താദ് പറഞ്ഞു അത് വേണ്ട, പിന്നീട് ശരിയായിക്കോളും എന്ന് പറഞ്ഞു. പിന്നീട് ശരിയായിക്കോളും എന്ന് പറഞ്ഞു. ഉൾക്കൊള്ളാൻ പറ്റിയോ? ഇല്ല, ഞാൻ അവിടെ നിന്ന് ഒന്നും ചിന്തിച്ചിട്ടില്ല. പിന്നീട് ശരിയായിക്കോളും, പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഉമ്മി ഉപ്പി എന്ന് പറഞ്ഞു പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ സ്ഥാനത്ത് നിൽക്കരുത്, എല്ലാം പറഞ്ഞു വിട്ടത്. എല്ലാം ഇറങ്ങി പോകുന്നു. കാരണം അവർ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പോകുന്ന അങ്ങനെ ഇത് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്നു. ഉമ്മാനോട് പറഞ്ഞ് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞത് അത് വേണ്ടെന്ന്. അത് വേണ്ട പറഞ്ഞാൽ വിസയില്ല. പറഞ്ഞ് ആ വിസയിൽ എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വിസല്ല എൻ്റെ കയ്യിലിരിക്കണേ. അന്ന് വിസ എനിക്ക് കയ്യിൽ കടിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കയ്യിലല്ലേ വിസ ഇരിക്കണേ. എടാ ഉസ്താദ് പറഞ്ഞാൽ വിസയില്ല, നീ നോക്കാൻ, നീ പോകണ്ട, അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞ് പിന്നീട് ഞാൻ പോയി ബോംബെയിൽ പോവാണ്. ഞങ്ങളൊരു ഗ്രൂപ്പ് വിസ കുറേ ആൾക്കാരുണ്ട്. ഞാൻ ബോംബെയിൽ പോയി. കുറേ ആദ്യം ബോംബെയിൽ നിന്ന് ടിക്കറ്റ് എന്ന് പറഞ്ഞ് പിന്നെ അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്നാണ് പോകേണ്ടതെന്ന്. അങ്ങനെ ഡൽഹിയിൽ ഒരു മാസം 1-ാം തീയതി ഡൽഹിയിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞ് ആ ഒന്നിന് ആൾ വന്നില്ല. ഒരു സിദ്ദീഖാജി എന്ന് പറഞ്ഞ ഒരാളാണ്. അയാൾ വന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. ഇങ്ങോട്ട് വന്ന് ഇവിടെ നോക്കുമ്പോൾ അത് കള്ള വിസ ഇല്ല. ഇയാൾ ഏതോ വിസൻ്റെ കോപ്പി എടുത്തിട്ട് എല്ലാവർക്കും കൊടുത്തിരിക്കുക, നമ്മുടെ പേരൊക്കെ ചേർത്തിട്ട് എല്ലാവർക്കും തരികയാണ്. അങ്ങനെ സംഭവം ഉണ്ടായത്. അതാണ് ഫസ്റ്റത്തെ അനുഭവം. അതാണ് ഫസ്റ്റിലെ അവസാനത്തെ അനുഭവം സ്ഥാനിൽ നിന്നുള്ളത് അതാണ്. അങ്ങനെ ഒരു തവണ കണ്ടുള്ളൂ. ഞാനൊരു ഒറ്റ തവണ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ മുന്നേ ഇപ്പോൾ ഒരു നടക്ക പോക്കുണ്ട്. 1-2 പ്രാവശ്യം ഇപ്പോൾ പോയിട്ടുണ്ട് ഓരോ കാര്യങ്ങൾക്കും. ഒറ്റ പോയിട്ടുള്ളൂ. അതാണിത്. അപ്പോൾ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ വിസ പോയി. പിന്നെ ഇതുപോലെ പിന്നെ ഞാൻ വിസക്ക് നോക്കിയിട്ടില്ല. അങ്ങനെ എൻ്റെ ജ്യേഷ്ഠന്മാർ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചപ്പോൾ അങ്ങനെ ജ്യേഷ്ഠൻ അവിടെ ഉണ്ട്, ജ്യേഷ്ഠനൊരു അനുജനും ഉണ്ട്. അങ്ങനെ ജ്യേഷ്ഠൻ ഇവിടെ നിന്നൊരു കൂട്ടുകാരന് വിസ അയച്ചു കൊടുത്തു. ഇത് ഞാൻ അറിയുന്നില്ല. വിസ അയച്ചു കൊടുത്ത് ആ വിസ വന്ന ആൾക്ക് അപ്പോൾ പാസ്പോർട്ട് എന്തോ പ്രശ്നത്തിൽ പാസ്പോർട്ട് പ്രശ്നമാണ്, പാസ്പോർട്ട് കയറാൻ കഴിയില്ല. ഉടനെ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞ് ഉടനെ വിസ കയറിക്കോ
പോകുന്നത്. അങ്ങനെ ആ വിസക്കാട് പിന്നെ ഞാൻ പോയത്. അങ്ങനെ 10-21 വർഷം ഞാൻ ഗൾഫിൽ നിന്നു. പിന്നെ രണ്ടാമത് പിന്നീട് ശരിയായിക്കോളും എന്ന് പറഞ്ഞതും അതും ഷെയ്ഖുന പറഞ്ഞ വാക്ക് പാലിച്ചു, ശരിയായി. പിന്നീട് പോയി. അതെ, പിന്നെ പോയി 21 കൊല്ലം ഞാൻ കുഴപ്പമില്ലാണ്ട് 21 കൊല്ലം ഗൾഫിൽ പ്രവാസിയായിട്ട് നിന്നിട്ടുണ്ട്. അപ്പം പിന്നെ നാട്ടിൽ ഒന്ന് സെറ്റിലാക്കി. എനിക്ക് നല്ല പാപ്പാടെ അനുഭവം അറിയോ? പാപ്പാടിൻ്റെ അനുഭവം ഇതുപോലെ തന്നെ ഓരോ പ്രശ്നങ്ങൾ പാപ്പാടെ അനുഭവം അങ്ങനെ പറയാലോ. അതെ, വീട്ടിൽ പറഞ്ഞിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ ഒരു പെങ്ങൾ അന്ന് കുട്ടിക്കാലത്താണ് 10-13-14 വയസ്സിൽ അങ്ങനെ കെട്ടിക്കലേ. അതിൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചു. പെങ്ങൾ പോയി. പെങ്ങളൊരു ദിവസം പെട്ടെന്ന് ഇറങ്ങി പോകുന്നു വീട്ടിൽ നിന്ന്. അവർ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോകും. നമ്മുടെ വീട്ടിൽ പോകും. നമ്മുടെ അടുത്ത് തന്നെ അടുത്ത വീട് കുറച്ചൊരു 5-8 വീട് അപ്പുറമേ ഉള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞ് ഞാൻ ആ വീട്ടിലേക്ക് പോകില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ അവിടെ കാരണം പറയില്ല. എന്ത് കാരണം? അപ്പോൾ ഒരു പിന്നോക്ക് തലാക്ക വേണ്ടത്. ആർക്ക്? ഈ പെങ്ങൾക്ക്. ഒരിക്കലും അവന് അങ്ങോട്ട് പോകണ്ട, ചോദിച്ചു പോകാൻ കഴിയില്ല. എന്താ കാരണം പറയില്ല. അങ്ങനെ വീണ്ടും ഉപ്പ ഉസ്താദിനടുത്ത് പോയി. അവിടെ ഒരു ഉസ്താദിനടുത്ത് പോയി. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞ് തിക്കി തിരക്കി കാര്യങ്ങൾ അന്വേഷിക്കണ്ട. തിക്കി തിരക്കി കാര്യങ്ങൾ അന്വേഷിക്കണ്ട, ചോദിച്ചറിയണ്ട, ഞങ്ങൾ പറഞ്ഞു വിടണ്ട, പോകണമെന്നില്ലെങ്കിൽ പറഞ്ഞു വിടണ്ട എന്ന് പറഞ്ഞു പോന്ന്. പിന്നെ ഇവിടെ വന്ന് അവരുടെ തലാക്ക് വെച്ചാൽ തലാക്ക് തരില്ല. ഒരു കാരണവശാലും ഞങ്ങൾ തലാക്ക് കൊടുക്കില്ല എന്ന്. അവർ തലാക്ക് തരുത്തില്ല. ഇല്ല, അവർക്ക് ഇവിടെ നല്ല ഇഷ്ടമാണ്. അവർക്ക് എന്തായാലും ഇവിടെ തന്നെ കിട്ടണം. ഇവിടെ അങ്ങോട്ട് പോകില്ല. പിന്നെ സ്ഥാനത്ത് വീണ്ടും പോയി ഇപ്പോൾ. അപ്പോൾ അവർ തലാക്ക് ചൊല്ലിക്കോളും. എന്നിട്ട് ഇവിടെ വന്ന് ആ ദിവസമാണോ ഇനി 2 ദിവസം കഴിഞ്ഞിട്ടാണെന്ന് അറിയില്ല. ഏതായാലും ഉടനെ ഒരു ദിവസം ഇവർ ഒരു മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ പാട് ഇവർ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങളെ മോളെ ഞങ്ങൾ തലാക്കിയല്ലേ, ഞാൻ തലാക്കില്ലേ, അന്നത്തെ അളിയനുണ്ട്, ഇവർ തലാക്കില്ലേ എന്ന് പറഞ്ഞാൽ തലാക്കില്ലേ വിധി ചെയ്തേ. കാര്യം ഇപ്പോൾ ആർക്കും അറിയില്ല. ഇല്ല, കാര്യം ചോദിക്കരുതെന്ന് പറഞ്ഞതാണ്. ചോദിക്കേണ്ടെന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ചോദിച്ചിട്ടില്ല. അവർ ഇന്നുവരെ ഇതുവരെ കാര്യം പറഞ്ഞിട്ടില്ല. ഇതുവരെ ആരെ കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനോട് ചോദിക്കരുത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ചോദിക്കാൻ നിൽക്കില്ല. പിന്നെ അവിടെ കല്യാണം വേറെ കഴിഞ്ഞ് അപ്പോൾ മലപ്പുറത്ത് ചോദിച്ചേ അമ്മാവൻ്റെ മകൻ തന്നെ ഇപ്പം അവിടെ ഉള്ളത്. അങ്ങനെ രണ്ട് അനുഭവം ഞങ്ങൾക്കുണ്ട്. ഉമ്മ കണ്ടിട്ടോ കണ്ടിട്ട് എനിക്കറിയില്ല, അത്ര അറിയില്ല. പക്ഷെ ഉമ്മക്ക് എല്ലാം അറിയാം. എല്ലാ കാര്യങ്ങളും പറയും. പിന്നെ അന്ന് ഇവിടെ എല്ലാവർക്കും ഇവർക്കൊക്കെ അറിയുന്നതാണ് സ്ഥാനം പറ്റി. ഓരോരുത്തർ പോകുന്ന അനുഭവങ്ങളൊക്കെ ഉമ്മക്കൊക്കെ അറിയാം. ഉമ്മ പോയിട്ടുണ്ടോ നിങ്ങൾക്ക് ഓർമ്മ? അറിയില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. ഉപ്പ പോക്കുണ്ട്. ഉപ്പ 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഉപ്പയുടെ അനുഭവം ആയിരിക്കും ഉമ്മ ഇങ്ങനത്ത് പറഞ്ഞതായിരിക്കും. പിന്നെ നിങ്ങളുടെ സംസാരത്തില്ലേ ഇ കെ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഷംസുൽ ഇ കെ ഉസ്താദ് എന്നൊരു സംഭവം പറഞ്ഞില്ലേ, അതെങ്ങനെയായിരുന്നു ഇവിടെ നാട്ടില്? അത് ഞാൻ ഇവിടെ ഇരിട്ടിയിൽ ക്യാമ്പിന്റെ പരിപാടിക്ക് വന്നതാ. അന്ന് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അന്ന് ചെറുപ്പക്കാരനാണ്. അന്ന് ഉസ്താദ് മറ്റേ ഇ കെ ഉസ്താദിന് കുറച്ച് വയസ്സുണ്ട്. അത് കയ്യിലൊരു വടിയുണ്ട്. അത്യാവശ്യം നടക്കാറൊക്കെ കഴിയും. കയ്യല്ല, പക്ഷെ കയ്യിലൊരു വടിയുണ്ട്. ഞാൻ മൂപ്പര് വരുമ്പോൾ കിയൂരെത്തുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഉസ്താദ് അബൂക്കർ ഉസ്താദിക്ക് അബൂക്കർ ഉസ്താദ് വരുന്നുണ്ട്, എല്ലാവരും റോഡ് സൈഡ് കൊടുക്കണം. നല്ല ആളുണ്ട്. ആരാ പറയുന്നത്? എ പി ഉസ്താദ്. എ പി ഉസ്താദ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ അറിയുന്നത്. ആ പ്രസംഗം അവിടെ നിർത്തി. എന്നിട്ട് വന്നതിന് ശേഷം സ്റ്റേജിൻ്റെ മുന്നിൽ നിന്ന് എ പി ഉസ്താദ് തന്നെയാണ് കൈ കൊടുത്ത് സ്റ്റേജ് മക്ക് ഇരുന്ന് കൂടെ ഇരുന്ന് എ പി ഉസ്താദ് അവിടെ കൊണ്ട് പ്രസംഗം നിർത്തുക ചെയ്തെന്ന്. രണ്ടാളും ഒരു സ്റ്റേജിൽ ഇറങ്ങി വരികയും കൈപിടിച്ച് സ്റ്റേജിലേക്ക് ഇരുത്തുകയും. അങ്ങനത്തെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്. അതൊക്കെ അന്നൊക്കെ മറിച്ച് പഠിക്കുന്ന കാലമാണ്. ഓർമ്മയുണ്ട്. ഉണ്ട്. കാരണം അന്ന് ഒരു രണ്ടാലും ഒരുമയിലും നല്ല തോന്നാട്ടെ മറ്റു പ്രാർത്ഥന ഇപ്പോൾ മനസ്സിലുള്ളൂ. അതെ അതെ അതെ, അൽഹംദുലില്ലാഹ്. എന്തായാലും വലിയ സന്തോഷം. ഇതാണ് നിങ്ങൾക്ക് നേരിട്ടുള്ള അനുഭവം അല്ലേ? ഇൻഷാ അല്ലാഹ്. എന്തായാലും സി എം വലിയുള്ളാഹിനെ കാണാൻ ഭാഗ്യം കിട്ടിയവരാണ്. അവരുടെ അനുഭവമാണ് നമ്മളോട് പങ്കുവച്ചത്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ നാട്ടിലും മടവൂർ ഷെയ്ഖുനാനെ കണ്ട ആളുകൾ, നേരിൽ അനുഭവിച്ച ആളുകൾ നമ്മുടെ നാട്ടിലും ഉണ്ടാകും. നേരിൽ അനുഭവം ഉള്ളവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും മടവൂർ കാഫിലയെ ബന്ധപ്പെടുക. നമുക്ക് സി എം വലിയുള്ളാഹിനെ അറിയാൻ അനുഭവിച്ചവർ പറയുമ്പോഴല്ലേ, കേട്ടതല്ലല്ലോ, നേരിൽ അനുഭവിച്ച ആളുകളാണല്ലോ നമ്മളോട് ഈ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. അൽഹംദുലില്ലാഹ്. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.